കാത്തിരിപ്പിന് വിരാമം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഡേറ്റ് വന്നു. എന്നാണ് ഈ ഡേറ്റ്, ആരൊക്കെയാണ് ജഡ്ജസ്, എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതെല്ലാം നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം, ഇപ്പം നമ്മുടെ കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റും, പല സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി സേഫായിട്ടിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞങ്ങളുടെ ഇവിടെ എൻ്റെ നാട്ടിലിപ്പോൾ ഭയങ്കര തണുപ്പൊക്കെയാണ്, മഴയൊക്കെ ആണല്ലോ. അപ്പോൾ അതിന് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് വീഡിയോയ്ക്ക് മുന്നിൽ വന്നേക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ് ഡേറ്റ്? ഓഗസ്റ്റ് 15 സ്റ്റാർട്ട് ചെയ്യും. ആരൊക്കെ ജഡ്ജസ് എന്ന് അറിയണ്ടേ? നമുക്ക് എല്ലാവർക്കും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സീസൺ 1 രഞ്ജിനി ഹരിദാസ്, സീസൺ 4 റിയാസ് ആൻഡ് സീസൺ 5 അഖിൽമാര. ഇവർ 3 പേര് ആയിരിക്കും ജഡ്ജസ് ഉള്ളത്. ടോട്ടൽ കണ്ടസ്റ്റൻസ് 40 പേരാണ്. 40 പേര് 21 ദിവസം. ഓഗസ്റ്റ് 15 തുടങ്ങി സെപ്റ്റംബർ 6 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 40 പേരായിരിക്കും. എന്താ അഗ്നിപരീക്ഷ, എങ്ങനെയായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്? ഇത് ലൈവ് ആയിരിക്കാനായിട്ട് ചാൻസ് കുറവാണ്. നമുക്ക് അത് ഒട്ടും പരിചയമില്ലാത്ത 40 പേര്. ഇപ്പൊ നമുക്ക് ബിഗ് ബോസിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരെയും നമുക്ക് അറിയാം. ഇപ്പൊ ഈ കോമണേഴ്സ് ആയിട്ട് പോകുന്നവർക്കാണെങ്കിലും സെലിബ്രിറ്റീസ് അവിടെ കൂടുതൽ, നമുക്ക് അവരെ പേഴ്സണലി അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെയും ടിവിയുടെയും ഷോയിലൂടെയും ഒക്കെ നമ്മൾ അവരെ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് അത്രയും ടെൻഷൻ കുറച്ചുകൂടെ കുറവായിരിക്കും. പക്ഷെ ഈ 40 പേരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിചയമില്ലാത്ത, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറച്ച് മനുഷ്യന്മാരുടെ കൂടെ, എല്ലാ സാധാരണക്കാര് ഇവരുടെ കൂടെ നിന്നിട്ട്, അയ്യോ അത് എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇവരുടെ കൂടെ നിന്നിട്ടാണ് അതിൽ നിന്ന് ഒരാളല്ല കേട്ടോ, അതിൽ രഞ്ജിനി പറയുന്നുണ്ട്, ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടാവുമായിരിക്കും. ഒരു 4-5 പേരെങ്കിലും കാണുമായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ടൈം ബിഗ് ബോസിലേക്ക് കയറുന്ന ചിലപ്പോൾ 5 പേരും ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് 2 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ കയറുമായിരിക്കും ബാക്കിയുള്ളവർ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാ കാണാനായിട്ട്. എങ്ങനെ ആയിരിക്കും അവർ പെർഫോം ചെയ്യുന്നത്, ഈ ഷോ എങ്ങനെയായിരിക്കും, ജഡ്ജസ് എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. ആങ്കർ ചെയ്യുന്നത് നമ്മുടെ റെനീഷ ഇല്ലേ, റെനീഷ ആയിരിക്കും. സീസൺ 5 റെനീഷ. എങ്ങനെയായിരിക്കും അവർ ഇത് പ്രസന്റ് ചെയ്യുക, അതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയസ്. ഈ 40 പേരും കയറുമ്പോൾ സാധാരണക്കാരാണെങ്കിൽ ഇവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ദിവസം അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവര്, അവര് സെലിബ്രിറ്റി ആയടാ, അവര് സെലിബ്രിറ്റി ആണ്. നിങ്ങൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ആരാണേലും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ നിൽക്കുക, നിങ്ങളായിട്ട് നിന്ന് പെർഫോം ചെയ്യുക. തരുന്ന ടാസ്കുകൾക്ക് ഇഷ്ടംപോലെ ടാസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ്, ഫിസിക്കലി ഉള്ള ടാസ്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. എന്നാണേലും അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. എനിക്ക് ബിഗ് ബോസിനേക്കാളും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ഈ അഗ്നിപരീക്ഷ കാണാനായിട്ട്. ആദ്യമായിട്ടല്ലേ നമ്മുടെ മലയാളത്തിൽ വരുന്നത്. വേറെ നേരത്തെ കന്നഡ, തെലുങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കന്നഡയിലാണോ തെലുങ്കിലാണോ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും ഓരോ ദിവസം ഇങ്ങനെ എണ്ണി കാത്തിരിക്കുക. ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ എക്സൈറ്റഡ് ആകും. അതിന്റെ കൂടെ വേറൊരു ഷോയും കൂടെ, അപ്പൊ എക്സൈറ്റ്മെന്റ് ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. എന്താണെങ്കിലും കാത്തിരിക്കാം. നെക്സ്റ്റ് പ്രൊമോ ഇനി ഉടനെ തന്നെ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രൊമോയിൽ കാണാം. ബൈ.